വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ഐശ്വര്യ. അപ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മുടെ ഇന്ത്യയിൽ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റിയ ഏറ്റവും നല്ല എക്സാംസിൽ ഒന്നാണ് SSC CGL എക്സാംസ് എന്ന് പറയുന്നത്. നിങ്ങളിൽ പലരും അവെയർ ആയിരിക്കും നമ്മളുടെ ഇൻകം ടാക്സ്, അതുപോലെ തന്നെ കസ്റ്റംസ്, GST ഓഫീസ്, ഇങ്ങനത്തെ പല ജോലികളും നമുക്ക് ഈ SSC CGL എക്സാംസ് എഴുതുന്നതിലൂടെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ ഈ ജോലികൾ മാത്രമല്ല, ഏകദേശം 34 പോസ്റ്റുകളിലേക്കാണ് കഴിഞ്ഞ വർഷം SSC CGL എക്സാം വിളിച്ചിട്ടുള്ളത്. 34ഓളം ജോലികൾ, ഓരോന്നിൻ്റെയും പേ സ്കെയിൽ ഡിഫറെൻ്റ് ആണ്. പേ സ്കെയിൽ ലെവൽ 7 മുതൽ ലെവൽ 4 വരെയും ഈ കൂട്ടത്തിൽ വരും. അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയിലും ഗ്രൂപ്പ് സിയിലും വരുന്ന ജോലികളുണ്ട്. ഓരോന്നിൻ്റെയും ഞങ്ങൾ പറഞ്ഞതുപോലെ സാലറി ഡിഫറെൻ്റ് ആണ്, പോസ്റ്റുകൾ ഡിഫറെൻ്റ് ആണ്, നിങ്ങൾ ചെയ്യേണ്ട ജോലിയുടെ സ്വഭാവം ഡിഫറെൻ്റ് ആണ് അല്ലേ. ചിലത് ഫീൽഡിലേക്ക് പോവേണ്ട ജോലികൾ ഉണ്ടാവും, നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ട ജോലികൾ ഉണ്ടാവും, അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫീസ് വർക്ക് മാത്രം ചെയ്യേണ്ട ജോലികൾ ഉണ്ടാവും അല്ലേ. ഇങ്ങനത്തെ പല ടൈപ്പ് ജോലികൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. നമ്മളിത് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. നമ്മൾ ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പേ സ്കെയിലും ഗ്രൂപ്പിനും കീഴിൽ വരുന്ന ജോലികൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഓരോ ജോലികൾക്കുമുള്ള ഏജ് ലിമിറ്റ് കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. കാരണം SSC CGLൻ്റെ കാര്യം പറയുമ്പോൾ മിനിമം ഏജ് ലിമിറ്റ് 18, ചില ജോലികൾക്ക് 20 ആണ്. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 27 വയസ്സ് ഉള്ള പോസ്റ്റുകളുണ്ട്, 30 വയസ്സുള്ള പോസ്റ്റുകളുണ്ട്, 33 വയസ്സുള്ള പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെപ്പറ്റി അവെയർ ആയിട്ടിരിക്കുക. ഏതൊക്കെ എക്സാംസിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്സാം ക്ലിയർ ചെയ്താൽ ഏതൊക്കെ പോസ്റ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യം വെച്ചിട്ട് പഠിക്കുകയും ചെയ്യാം അല്ലേ. എനിക്ക് ഈ ടൈപ്പ് ജോലിയാണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ജോലിയാണ് വേണ്ടത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര സ്കോർ ചെയ്യണം, ഞാൻ ഈ റാങ്കിൽ വരണം അല്ലെ. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ പോസ്റ്റ് ഡീറ്റെയിൽസ് ആണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം പറയുമ്പോൾ തന്നെ പേ ലെവൽ 7ൽ വരുന്ന, അതായത് 44,900, ഏകദേശം 45,000 രൂപ മുതൽ 1,42,400 രൂപ വരെ പേയ്മെൻറ്റ് വരുന്ന പോസ്റ്റുകളാണ്, നിങ്ങൾക്ക് സാലറി ലഭിക്കുന്ന പോസ്റ്റുകളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒട്ടുമിക്ക ജോലികൾക്ക് 30 വയസ്സാണ്. ഗ്രൂപ്പ് ബിയിലാണ് ഈ കാറ്റഗറി വരിക, ഗ്രൂപ്പ് ബിയിൽ വരും കേട്ടോ. അപ്പോൾ നമുക്കറിയാം വളരെ നല്ലൊരു പാക്കേജാണ്. നമ്മളിവിടെ പറയുന്നത് ബേസിക് പേ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അലവൻസും മറ്റു കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതിനേക്കാളും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ, സാലറി ആയിട്ട്. അപ്പോൾ ഇവിടെ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറിൻ്റെ വേക്കൻസീസ് ഉണ്ട്. അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, ഇൻ്റലിജൻസ് ബ്യൂറോ അല്ലെങ്കിൽ IB, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, AFHQ, അതായത് ആംഡ് ഫോഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇവിടെ എല്ലാം തന്നെയുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ആണ്. ഇനി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ നോക്കുന്ന സമയത്ത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ തന്നെ അതർ മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷൻസ്, ഈ 2 സ്ഥലങ്ങളിൽ നമ്മൾക്ക് എന്തുണ്ട്, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറിൻ്റെ വേക്കൻസി വരുന്നുണ്ട്. ഇനി അതുകൂടാതെ CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, അതുപോലെ തന്നെ CBIC എന്ന് പറയുമ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ഓക്കെ, ഈ 2 സ്ഥലത്തും നമുക്ക് ഇൻസ്പെക്ടറിൻ്റെ ഒഴിവുകളുണ്ട്. CBDTയിൽ വരുന്നത് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് ആണ്, നമുക്കറിയുന്ന പോസ്റ്റാണ്. അതുപോലെ തന്നെ CBIC എന്ന് പറയുമ്പോഴോ ഇൻസ്പെക്ടർ നമ്മുടെ കസ്റ്റംസ് ആണ് വരിക, പ്രിവെൻറ്റീവ് ഓഫീസർ വരും. അതുപോലെ തന്നെ CBICയിൽ ഇൻസ്പെക്ടർ എക്സാമിനർ എന്ന് പറയുന്ന പോസ്റ്റ് വരും. അതുപോലെ തന്നെ CBICയിൽ ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ് എന്ന് പറയുന്ന പോസ്റ്റ് വരും. ഓക്കെ, ഇത് കൂടാതെ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ, അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറിൻ്റെ ഒഴിവ് വരുന്നുണ്ട്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ CBIയിൽ സബ് ഇൻസ്പെക്ടറിൻ്റെ ഒഴിവുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്, മിനിസ്ട്രി ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ ഇൻസ്പെക്ടർ പോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ ഇൻസ്പെക്ടറിൻ്റെ ഒഴിവും ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ പറഞ്ഞതുപോലെ പേ ലെവൽ 7ൽ വരുന്ന ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ്. നിങ്ങൾക്ക് 30 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ ഏജ് ലിമിറ്റ് 30, വയസ്സ് 30ൽ താഴെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CGL ഒട്ടുമിക്ക പോസ്റ്റുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ച് പോസ്റ്റുകൾ 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ പോസ്റ്റുകൾ നമുക്ക് നോക്കാം. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേ ലെവൽ 6ൽ വരുന്ന, പേ ലെവലാണ് വ്യത്യാസം, പക്ഷേ ഇത് ഗ്രൂപ്പ് ബി പോസ്റ്റ് തന്നെയാണ്. പേ ലെവൽ 6 ഗ്രൂപ്പ് ബി പോസ്റ്റ്, ഇവിടുത്തെ പേയ്മെൻറ്റ്, ബേസിക് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 35,400 രൂപയ്ക്കും 1,12,400 രൂപയ്ക്കും ഇടയിലാണ്.
ഏജ് ലിമിറ്റ് 18-നും 30 വയസ്സിനും ഇടയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ മാറ്റങ്ങളുള്ള 1-2 പോസ്റ്റുകളുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് അതർ മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെന്റ്, ഓർഗനൈസേഷൻസിലേക്ക് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറിന്റെ വേക്കൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ CBICയിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ഉണ്ട്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRCയിൽ റിസർച്ച് അസിസ്റ്റന്റ് ഉണ്ട്. ഓഫീസേഴ്സ് അണ്ടർ C&AG ഡിവിഷണൽ അക്കൗണ്ടന്റ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIAയിൽ സബ് ഇൻസ്പെക്ടർ. ഓക്കെ, ഇനി ഇത് കൂടാതെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിൽ സബ് ഇൻസ്പെക്ടർ, ജൂനിയർ ഇന്റലിജൻസ് ഓഫീസറിന്റെ വേക്കൻസീസ് ഉണ്ട്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷനിൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും JSO എന്ന് പറയുന്ന പോസ്റ്റ്. ഈ പോസ്റ്റിന്റെ പ്രത്യേകത, ഇത് മാത്രം കളർ മാറ്റി കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ കട്ട് ഓഫ് വരുന്നൊരു പോസ്റ്റാണ്. അതുപോലെ തന്നെ 32 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പർട്ടിക്കുലർ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 32 ഈ പോസ്റ്റിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നത് പേ ലെവൽ 5 വരുന്ന പോസ്റ്റുകളാണ്. ഗ്രൂപ്പ് സിയിലാണ് ഇത് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 18-നും 27 വയസ്സിനും ഇടയിലാണ് പ്രായമെങ്കിലാണ് ഈ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അതായത് നിങ്ങൾക്ക് 27 വയസ്സോ അതിൽ താഴെയോ ആണെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് CGL വരുന്ന എല്ലാ പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 30 വയസ്സാണെങ്കിൽ ഇനി പറയുന്ന ജോലികളിലേക്ക്, അതായത് 27 വയസ്സിൽ കൂടുതലാണെങ്കിൽ ഇനി പറയുന്ന ജോലികളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇനി നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾ OBC ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റുകൾക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ, കാരണം നിങ്ങൾക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടും. OBC നോൺ ക്രിമി ലെയർ ആണെങ്കിൽ, അതായത് നിങ്ങളുടെ വാർഷിക വരുമാനം 8 ലക്ഷമാണെന്ന് തോന്നുന്നു, അതിൽ താഴെ ആണെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെ ഈ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി SC ST ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരു 35 വയസ്സ് വരെ ഈ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ പേ ലെവൽ 5 നമ്മൾ പറഞ്ഞു 29,200 രൂപയ്ക്കും 92,300 രൂപയ്ക്കും ഇടയ്ക്കാണ് സാലറി വരിക. ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്. 18-നും 27 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഇവിടെ വരുന്ന ജോലികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫീസേഴ്സ് അണ്ടർ C&AGയിൽ ഓഡിറ്റർ പോസ്റ്റ് വരുന്നുണ്ട്. ഓഫീസേഴ്സ് അണ്ടർ CGDAയിൽ ഓഡിറ്റർ പോസ്റ്റ് വരുന്നുണ്ട്. അതർ മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഓഡിറ്റർ പോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അക്കൗണ്ടന്റ് പോസ്റ്റ് വരുന്നത് ഓഫീസേഴ്സ് അണ്ടർ C&AGയിലും അതുപോലെ തന്നെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സിലും വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അതർ മിനിസ്ട്രി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടന്റിൻ്റെ വേക്കൻസീസ് ഉണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് പേ ലെവൽ 4 ആണ്. അപ്പോൾ ഇവിടുത്തെ ബേസിക് സാലറി എന്ന് പറയുന്നത് 25,500-നും 81,100 രൂപയ്ക്കും ഇടയിലാണ്. ഗ്രൂപ്പ് സിയിൽ വരുന്ന പോസ്റ്റുകളാണ്. 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പേ ലെവൽ 4 എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ പേ ലെവലാണ് ഇവിടെ വരിക. അവിടെ പോലും നിങ്ങൾക്ക് 81,000 രൂപയോളം സാലറി ബേസിക് പേ ആയിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് CGL എക്സാം നിങ്ങൾക്ക് മുന്നിലേക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റി. വളരെ നല്ലൊരു പേ സ്കെയിലാണ് SSC CGL എക്സാംസ് നിങ്ങൾക്ക് മുന്നിലേക്ക് തരുന്നത്. മാത്രമല്ല ജോലിയും വളരെ നല്ല ജോലിയാണ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലികളാണ്. ഇതിലെ പല പോസ്റ്റുകളും ഓഫീസ് വർക്ക് തന്നെയാണ് വരുന്നത്. അതല്ലാത്ത പോസ്റ്റുകളും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്പെക്ടറൊക്കെ ആണെങ്കിൽ സ്റ്റേഷൻ വർക്കും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്നാൽ പോലും വളരെ നല്ല വിലയുള്ള, എല്ലാ ജോലിക്കും വിലയുണ്ട് അങ്ങനെയല്ലെന്നല്ല, പക്ഷേ എന്നാലും നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ ഏറ്റവും ഉയർന്ന പോസ്റ്റുകൾ, നല്ല സാലറി, നല്ല ലൈഫ് സ്റ്റൈൽ ഇതെല്ലാം ഓഫർ ചെയ്യുന്ന ജോലികളാണ് SSC CGL നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് സിയിൽ വരുന്ന ജോലികൾ നോക്കാം. 18-നും 27 വയസ്സിനും ഇടയിലാണ് പ്രായമെങ്കിലാണ് ഈ ജോലികളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ പോസ്റ്റൽ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസസ്, മിനിസ്ട്രി അതർ ദാൻ CS കാഡേറ്റ്സിന് സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ അപ്പർ ഡിവിഷൻ ക്ലർക്ക് പോസ്റ്റുകളുണ്ട്. മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റിന് വേക്കൻസി ഉണ്ട്. CBDT ടാക്സ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. CBICയിലും ടാക്സ് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസി അല്ലെങ്കിൽ പോസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ് SSC CGL വഴി. അടുത്ത 34ാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും 34 ജോലികളാണ് നിങ്ങളുടെ മുന്നിൽ SSC CGL എന്ന് പറയുന്ന ഒരു എക്സാം ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വളരെ വലിയ ഒരു കട്ട് ഓഫിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം 17,000-ഓളം വേക്കൻസീസ് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 153 ആയിരുന്നു ജനറൽ കാറ്റഗറിക്ക്. അപ്പോൾ അടുത്ത വർഷങ്ങളിലും ഇതേ കട്ട് ഓഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ തന്നെയാണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ദൃഢനിശ്ചയത്തോടു കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് പറ്റാത്ത കാര്യമൊന്നുമല്ല, പക്ഷേ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് 6 മാസമോ 1 വർഷമോ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ജോലി സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒക്കെ രക്ഷപ്പെടും ഈ ഒരൊറ്റ ജോലി കിട്ടിക്കഴിഞ്ഞാൽ. മാത്രമല്ല നിങ്ങൾക്ക് സമൂഹത്തിന് ഒരു സർവീസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലെ പല ജോലികളും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ എക്സാംസിന് വേണ്ടിയിട്ട് പഠിക്കാം. ഇനി പഠിക്കാൻ നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളും അതുപോലെ തന്നെ ഓഫ്ലൈൻ കോഴ്സുകളും അവൈലബിൾ ആണ്. നിങ്ങൾ ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ പഠിക്കുന്നവരോ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസോ ഒക്കെ ആണെങ്കിൽ നമ്മൾക്കറിയാം നമ്മുടെ SSC CGL അടുത്ത എക്സാം വരാൻ പോകുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ്. 2025 ജൂൺ ജൂലൈ മാസത്തിലാണ്. അപ്പോൾ ഇനിയും ഒരു 6 മാസം നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാനുള്ള സമയം നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. ഇപ്പോഴും നമ്മൾ വൈകി പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചു നിങ്ങൾക്ക് GK ഒന്നും അത്ര ക്ലിയർ അല്ല, കറണ്ട് അഫയേഴ്സ് അത്ര ക്ലിയർ അല്ല, അല്ലെങ്കിൽ മാത്സിന് ബേസ് ഇല്ല, ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സിൽ പറ്റി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ ദിശ ലേണിംഗ് ആപ്പ് ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് ഒരുപാട് ഡെമോ ക്ലാസ്സുകളുണ്ട്. അത് കണ്ട് നിങ്ങൾ കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കോഴ്സിനെ പറ്റി ചിന്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ആപ്പ് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ, ദിശ ലേണിംഗ് എന്നാണ് ആപ്പിൻ്റെ പേര്, അതിൻ്റെ ലിങ്കോ കാര്യങ്ങളോ വേണം, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ 8075753676 എന്ന നമ്പർ, അല്ലാന്നുണ്ടെങ്കിൽ 7012615062 എന്നുള്ള നമ്പർ, ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും അതല്ല എക്സാമിനെ പറ്റിയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത്തരം ഡീറ്റെയിൽസും എല്ലാം അവർ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കേണ്ട, എനിക്കൊരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോയി പഠിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ ദിശയ്ക്ക് തിരുവനന്തപുരം, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, അതുപോലെ തന്നെ കാലിക്കട്ട്, ഈ 5 സ്ഥലങ്ങളിലും ഓഫ്ലൈൻ ബാച്ചുകളുണ്ട്. അപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി 3-ാം തീയതിയും 5-ാം തീയതിയുമായിട്ട് ഈ പല ബ്രാഞ്ചുകളല്ല, എല്ലാ ബ്രാഞ്ചുകളിലും തന്നെ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ വിളിക്കുക. ജസ്റ്റ് വിളിച്ചിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ കണ്ട് കംഫർട്ടബിൾ ആണ്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചാൽ മതി. ഇനി അതിനൊന്നും പറ്റുന്നില്ലെങ്കിലും യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്, അത് നിങ്ങൾ കണ്ട് പഠിക്കുക. നിങ്ങൾക്ക് ബേസൊക്കെ ഒന്ന് സെറ്റായി കിട്ടും. പിന്നെ കുറച്ചുകൂടെ എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് റാങ്കിലേക്ക്, അല്ലെങ്കിൽ 150 അല്ലെങ്കിൽ 160 എന്നുള്ളൊരു മാർക്ക് റാങ്കിലേക്ക് നിങ്ങൾ എത്താൻ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കൂടുതൽ ബുക്കുകളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് പഠിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയം ഉണ്ടാവും. കോഴ്സിലൂടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് മെറ്റീരിയൽസ് എല്ലാം ഗ്യാദർ ചെയ്ത് നിങ്ങൾക്ക് തരിക, പോയിന്റ്സ് ഒക്കെ നിങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞു തരിക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാം നിങ്ങളുടെ ഹാർഡ് വർക്കിനെയും കൊണ്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നന്നായിട്ട് പഠിക്കുക, ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, യൂസ് ചെയ്യുക. അടുത്ത വർഷം ഈ സമയം ആകുമ്പോഴേക്കും എല്ലാവരും ഒരു ജോലി വാങ്ങിക്കുക. ഹാപ്പി ലേണിംഗ്, ഹാവ് എ നൈസ് ഡേ, ബൈ.